എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ പട്ടിണിയിലാണ് 100 മണിക്കൂർ പട്ടിണിയായിട്ട് എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ള ഒരു യാത്രയാണ്. അത് ഓൾറെഡി മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം ഇതിനെ സംബന്ധിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി കയ്യിൽ ഒരു വിലം ഇട്ടിട്ട് ഒരു വണ്ടിയിൽ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ജയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആ കൈ വിലം ഇട്ട് ആ ജയിലിനുള്ളിൽ നിൽക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് പുള്ളി അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ തലമുറ ഇന്ന് ലഹരിക്ക് അടിമയാണല്ലോ, ഒരു അടിമത്താണ്, മറ്റൊന്നും അവരറിയുന്നില്ല. അവർ ശരിക്കും ആ ലഹരിക്ക് അടിമയായിട്ട് ജീവിതം ഒന്നും അറിയാതെ അങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അങ്ങനെ കയ്യിൽ ചങ്ങലയിട്ട് പുള്ളി ജയിലിനകത്തായിട്ടുള്ളത്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പട്ടിണിയാണെന്ന് ഓർക്കണം. 100 മണിക്കൂർ പട്ടിണിയാണ്. ഇപ്പം തിരുവനന്തപുരത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 100 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പം ഇത്രയും നല്ല വിശപ്പുണ്ട്. പിന്നെ പുള്ളിക്ക് കോട്ടയത്ത് എത്തിയപ്പോഴത്തേക്കിന് ശരിക്കും ദാഹിച്ചിട്ടും തൊണ്ടവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻറ്റ് പെയിൻ, ഇങ്ങനെ നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ജോയിൻറ്റ് പെയിൻ ഉണ്ടായി. പക്ഷേ ഒന്നുമില്ല, നല്ല ഊർജ്ജമുണ്ട്. കാരണം പുള്ളിക്ക് ആ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഇതുള്ളതുകൊണ്ട് നല്ല ഊർജ്ജത്തിൽ തന്നെ നിന്ന് മുന്നോട്ട് പോവാണ്. അപ്പോൾ അവിടെ വരുന്നവർക്ക് ഇത് ഈ യാത്രയുടെ ഇടയ്ക്ക് നിർത്തുമ്പോൾ കാണാൻ വരുന്നവർക്കൊക്കെ അവിടെ എഴുതാം, പേരെഴുതി ഒപ്പിടാം. അതേപോലെ അതല്ലാതെ നമുക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന്, നമ്മൾ ഇതിൽ പങ്കുചേരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ദേ കേരളം എന്ന് കമന്റ് ബോക്സിൽ എഴുതാം. നമ്മുടെ ചുറ്റിനുമുള്ള ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ടെങ്കിലും പിള്ളേർ കഞ്ചാവ്, മയക്കുമരുന്ന് ഇതിനെല്ലാം അടിമയായി മാറുന്നുണ്ട്. അതൊരു സത്യം തന്നെയാണ്. ഇന്നിപ്പോൾ വിദേശത്തൊക്കെ പഠിപ്പിക്കാൻ വലിയ അവിടെ ഫാമിലി ആയിട്ടുള്ള ഒരു പിള്ളേരെ സ്കൂളിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇനി +1 +2 ഒക്കെ തൊട്ട് അവിടെ ചിലവ് കൂടും. പണ്ടൊക്കെ അതുങ്ങളെ വീട്ടിൽ നാട്ടിൽ കൊണ്ടാക്കിയിട്ട് സ്കൂളിലാക്കി. ഇപ്പം എന്താ സംഭവം എന്ന് പറയാം, ചിലവ് കൂടുതലാണെങ്കിലും അവിടെ തന്നെ നിർത്തും. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു സ്കൂളിലും കോളേജിലും കൊണ്ട് നിർത്താൻ പേരൻസിന് പേടിയാണ്. ഒരു സ്കൂളും കോളേജും ഇല്ലെന്നാണ് പറയുന്നത്. മിക്ക എല്ലായിടത്തും ഉണ്ട്. ഒരു ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിനോടനുബന്ധിച്ച് പൊതുവായിട്ടൊരു ഗ്രൗണ്ടുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആ ഗ്രൗണ്ടിനോടനുബന്ധിച്ച് മയക്കുമരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് 2 കുട്ടികളുമായിട്ട് ഇടുക്കിയിൽ നിന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു അവർ വാടകയ്ക്ക് വന്ന് എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നു. ആ മൂത്ത കുട്ടി നല്ല പോലെ പഠിക്കും. അപ്പോൾ ആ കൊച്ചിനെ എന്തൊക്കെയോ നന്നായിട്ട് പഠിപ്പിക്കണമെന്നൊക്കെ അവർക്ക് പേരൻസിന് തോന്നിയിട്ടാണ് അവരിവിടെ വന്ന് താമസിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇളയ കൊച്ച് എൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ്, എപ്പോഴും കളിക്കാനൊക്കെ എൻ്റെ വീട്ടിലും വരും. അയൽക്കത്ത് തന്നെയാണ്, ഒരു ഗ്രൗണ്ടും ഉണ്ട് ഞങ്ങളുടെ അവിടെ. അപ്പോൾ ആ മൂത്ത കൊച്ച് പിന്നെ അതിൻ്റെ റൂമിലോട്ട് അമ്മ ചെന്ന് ആ കൊച്ച് കുളിക്കുമായിരുന്നു. കുളിക്കായതുകൊണ്ട് അവൻ്റെ മേശപ്പുറത്ത് എന്തോ ഒരു വെളുത്ത പൊടി ഇരിക്കുന്നത് കണ്ട് ഈ അമ്മയ്ക്ക് അത് സംശയം തോന്നിയിട്ട് അമ്മ അതെടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ പുതിയ മോഡൽ എന്തോ സംഭവമാണ് മയക്കുമരുന്ന്. അവരൊട്ടും മടിച്ചില്ല, ഇപ്പം അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് മകനോട് ചോദിച്ചില്ലെന്നും പറയുന്നു, ചോദിച്ചെന്നും ഒക്കെ പറയുന്നത്. എന്താണേലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തു. പോലീസുകാർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് ഈ പയ്യനെ അവനിത് എവിടെ നിന്ന് കിട്ടിയെന്നാണ് പോലീസുകാരുടെ ചോദ്യം. അവൻ്റെ കയ്യിൽ ഇത് എവിടുന്ന് വന്നു. പക്ഷെ കൊന്നാൽ പോലും അവൻ പറയില്ല. എത്ര ചോദിച്ചിട്ടും അവൻ ഇത് എവിടുന്ന് കിട്ടിയെന്ന് അവൻ പറയില്ല. അപ്പം പിറ്റേ ദിവസം എന്താണേലും പോലീസ് സ്റ്റേഷനിൽ വരണം, പേരൻസിനെയും കൂട്ടി വന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ വരാമെന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ ഇളയ കുട്ടിയും അമ്മയും കൂടെ പുറത്തെവിടെയോ സാധനം മേടിക്കാൻ വേണ്ടി പോയേച്ച് തിരിച്ചു വന്നപ്പോൾ ഈ കൊച്ച് തൂങ്ങി മരിച്ചു. ഇതിൻ്റെ കാരണമായിട്ട് പിന്നീട് ഞങ്ങൾ അറിഞ്ഞ യഥാർത്ഥമൊന്നും അറിയത്തില്ല കേട്ടോ. എന്നാലും ഇങ്ങനെ പറഞ്ഞു കേട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് എവിടുന്ന് കിട്ടിയെന്നുള്ളത് അത് വെളിയിൽ പറയാൻ പാടില്ല. അതായത് ഇത് എവിടുന്ന് കിട്ടിയെന്ന് ഈ പയ്യൻ പോലീസിനോട് പറഞ്ഞാൽ എന്താ ഇവനെ ഭീഷണിപ്പെടുത്തുന്നത്, നിൻ്റെ അച്ഛനെയും അമ്മയും അനിയനെയും കൊന്നുകളയുന്നു. അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തത്, തൂങ്ങി മരിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ട് അറിയില്ല, അയൽക്കത്തൊക്കെ പറയുന്നത് വെച്ച് ഞാൻ പറഞ്ഞത്. എന്താണേലും ആ കുടുംബം ഒരു നീറുന്ന ഓർമ്മയാണ് ഇപ്പോഴും മനസ്സിൽ. എപ്പോഴും 2 വർഷത്തോളമായി ഇപ്പോൾ അത് നടന്നിട്ട്, എന്നാലും അതൊരു നീറുന്ന ഓർമ്മ. എന്താണെന്ന് ചോദിച്ചാൽ അവർ ആ കുഞ്ഞ് നല്ലപോലെ പഠിക്കുമായിരുന്നു, അതിനെ പഠിപ്പിച്ച് എന്തോ ഒരു നല്ല സ്വപ്നങ്ങൾ കണ്ട് വന്ന ഒരു ഫാമിലി ഈ എറണാകുളത്ത് വന്ന് വിട്ട് ആ കഞ്ചാവിൻ്റെ അതിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്നതെന്ന് ഓർക്കണം. എൻ്റെ മോനും ഒക്കെ കളിക്കാൻ പോകുന്നുണ്ട്. ആ കൂടെ കളിക്കാൻ വന്ന് എങ്ങനെയൊക്കെയോ ഈ സാധനം അവിടെ ഉണ്ടത് കയ്യിലെത്തി അവരുടെ ജീവിതമേ മാറി പറഞ്ഞ് അവർ തിരിച്ചു പോയി കേട്ടോ. തിരിച്ചു പോയി. ഈ എറണാകുളം കൊള്ളില്ലെന്നോർത്ത്. പക്ഷേ എറണാകുളം അല്ല, കോട്ടയം, എറണാകുളം ഏത് സ്കൂളിൻ്റെ അനുബന്ധിച്ച് കോളേജിൻ്റെ അനുബന്ധിച്ച് ഇതുണ്ട്, സംഭവമുണ്ട്, മയക്കുമരുന്നുണ്ട്. അപ്പോൾ കിടിലം ഫിറോസ് ഈ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതൊരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ കരുതാം. പുള്ളി എനിക്ക് പട്ടിണി കിടന്ന് ഈ ഒരു യാത്ര നടത്തുന്ന ഒരു വളരെ നല്ല കാര്യമാണ്. ലഹരി വിരുദ്ധ വന്ദേ കേരളം എന്ന് പറഞ്ഞ് ഉള്ള ഒരു യാത്ര ചെയ്യാൻ തോന്നിയില്ല. ആ മനസ്സിന് തന്നെ നമ്മളൊരു
ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് വന്ദേ കേരളം എന്ന് പേര് കമൻ്റ് ഇടാം. മറ്റുള്ളവർക്ക് അവരുടെ യാത്രയിലിടയ്ക്ക് പേരെഴുതി ഒപ്പിടാം. അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. 100 മണിക്കൂറാണ് പട്ടിണിയായിട്ടാണ് പോകുന്നത്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്നാലും ഒരു ലക്ഷ്യബോധത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.